തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വീണ്ടും സംഘർഷം. BA ആദ്യവർഷ വിദ്യാർത്ഥിയെ SFI നേതാക്കൾ മർദ്ദിച്ചു എന്നാണ് പരാതി. AK സ്റ്റെഫിൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? വലിയ രീതിയിൽ മർദ്ദനമേറ്റോ? ആര്യ, ഇന്ന് വൈകുന്നേരം ആണ് ഈ മർദ്ദനമുണ്ടായത്. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുമ്പോഴായിരുന്നു കാട്ടാക്കട സ്വദേശിയായ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത്. SFIയുടെ തേർവാഴ്ച യൂണിവേഴ്സിറ്റി കോളേജിൽ അവസാനിക്കുന്നില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ കാണേണ്ടത്. കാരണം കഴിഞ്ഞ ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ഒരു ഭിന്നശേഷിക്കാരനെ ഈ പരാതിക്കാരൻ പറഞ്ഞിട്ടുള്ള ആളുകൾ SFI നേതാക്കൾ മർദ്ദിച്ചതായിട്ടുള്ള പരാതി അന്ന് തന്നെ ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെ CPMന്റെ ജില്ലാ നേതൃത്വം, പ്രത്യേകിച്ചും ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും SFIയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഒരു കത്ത് നൽകിയിരുന്നു. അത് ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതിലൊന്നും തന്നെ തീരുമാനമുണ്ടായിട്ടില്ല. ഇപ്പോഴും ഇത്തരം സംഭവങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ആവർത്തിക്കുന്നതാണ്. ഈ മർദ്ദനമേറ്റ ആളും SFI വിദ്യാർത്ഥിയാണ്. ഒപ്പം തന്നെ മർദ്ദിച്ച 6 പേർ അടങ്ങുന്ന യൂണിയൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് മർദ്ദിച്ചതെന്നുള്ളതാണ് പരാതി. ബ്ലഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് രാവിലെ ചില തർക്കങ്ങളുണ്ടായിരുന്നു. അതായത് ഈ പരാതിക്കാരനോട് SFI നേതാക്കൾ വന്ന് ബ്ലഡ് നൽകാൻ പോകണം എന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 2 മാസം മുമ്പാണ് ബ്ലഡ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിയില്ല എന്നറിയിച്ചു. പിന്നീട് കോളേജ് വിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി പോകാൻ തുടങ്ങുന്നതിനിടയിലാണ് ബൈക്ക് തടഞ്ഞു നിർത്തി മർദ്ദിച്ചത്. ശരി, സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്, അതുകൂടി കേൾക്കാം. ബ്ലഡ് തരാമെന്ന് ചോദിച്ചായിരുന്നു. നമ്മൾ ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ എന്നാണ് കൊടുത്തത്. അപ്പോൾ അവർ തിരിച്ചു പോയി. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കൺവീനറിനെയൊക്കെ കൊണ്ടുവന്നിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാറിനൂടെ ഇത് ചീത്ത വിളിച്ചെന്നൊക്കെ പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് നിന്നെ കൊല്ലും, അത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയായിരുന്നു. പിന്നെ കുറേ ടൈം കഴിഞ്ഞിട്ട് അടുത്ത് വീണ്ടും അവിടെ നിന്ന് കുറേ പാർട്ടിയിലുള്ള പുറത്തുള്ള ആൾക്കാർ വന്നിട്ട് നീ ഇനി ഇവിടെ പഠിക്കില്ല, നിന്നെ ഇതിൻ്റെ അകത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരില്ല, അങ്ങനെ ഓരോന്നും പറഞ്ഞു. എന്നിട്ട് അവരും തിരിച്ചു വിട്ടു. ഞാൻ അപ്പം പെട്ടെന്ന് വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങി. വീട്ടിൽ പോയി ഇറങ്ങി വണ്ടിയെടുത്ത് ഗേറ്റ് എത്താറായപ്പം തടഞ്ഞു നിർത്തി 6ഓളം വരുന്ന സംഘം മർദ്ദിക്കുകയായിരുന്നു. ആരൊക്കെയാണ് മർദ്ദിച്ചത്? മർദ്ദിച്ചതിൽ ഒരാൾ മിഥുൻ, പിന്നെ കൈലാസ്, മുമ്പ് ഇതിലുള്ള ആളാണ്. അതായത് ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച കേസിൽ എന്താ അവർ എന്ത് കാരണത്താലാണ് മർദ്ദിച്ചത്? കാരണമെന്ന് അറിഞ്ഞൂടാ. അവരിപ്പോൾ പറയണത് ബ്ലഡ് കൊടുക്കാത്തത്. ഇപ്പോൾ രണ്ടാമത് പറയണത് ചെയർപേഴ്സണോട് മോശമായിട്ട് സംസാരിച്ചുകൊണ്ടാണെന്ന്.